ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തുവാണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. മെയിനായിട്ട് ഒരു 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും സിഗ്നൽ കൺവേർഷൻ, ആക്ച്വേറ്റേഴ്സ് ആൻഡ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്. ഈ ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ആണ് ആക്ച്വേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നൽസ് വാങ്ങി ആക്ടിവേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സിൻ്റെ വേരിയബിൾ റെഗുലേറ്റ് ചെയ്തിട്ട് സെറ്റ് പോയിന്റിൽ നിലനിർത്തി വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഏതൊക്കെയാണ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നോക്കാം. ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എന്താണ്? ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് 3 ടൈപ്പായിട്ടാണ് വരുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഫ്ലൂയിഡ് വാൾവ്സ്. 3 ടൈപ്പ് ഉണ്ടെങ്കിൽ പോലും ഫ്ലൂയിഡ് വാൾവ്സ് ആണ് കൂടുതലുമായിട്ട് ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വൺ വേർഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ടൈപ്പ് നോക്കാം. മെക്കാനിക്കൽ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? മെക്കാനിക്കൽ കൺട്രോളിങ് ഓപ്പറേഷൻസ് വന്നിട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് മെക്കാനിക്കൽ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. മെക്കാനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ലീനിയർ മോഷനും ആകാം, അല്ലെങ്കിൽ റൊട്ടേഷൻസ് മോഷൻസും ആയിരിക്കാം. ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് സോളിഡ് മെറ്റീരിയൽ ഹോപ്പർ വാൾവ്സും ഉണ്ട്, പേപ്പർ തിക്നെസ്സും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്തായാലും സോളിഡ് മെറ്റീരിയൽ ഹോപ്പർ വാൾവ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ഹോപ്പർ വാൾവ് എന്ന് പറഞ്ഞ സാധനമാണ് ഫൈനൽ കൺട്രോൾ എലമെൻ്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്രെയിൻ ബിൻ ഉണ്ട്. ഗ്രെയിൻ ബിന്നിൽ ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഹോപ്പർ വാൾവ് എന്താവും, നല്ലതുപോലെ ഓപ്പൺ ചെയ്ത് വിട്ടിട്ട് ഈ കൺവെയർ ബെൽറ്റിൽ കൂടി ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ആകും. അപ്പോൾ കൺവെയർ ബെൽറ്റിൽ ഫ്ലോ വന്നിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രെയിൻ ബിന്നിൽ എന്ത് വേണം, ഇത്രയും ഗ്രെയിൻസ് വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്ലോ വന്നിട്ട് നമ്മൾ എത്ര ഗ്രെയിൻ്റെ ഇതിലാണ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ മെഷർമെൻറ്റ് ഉണ്ട്. ആ ഫ്ലോ മെഷർമെൻറ്റ് എത്ര ഫ്ലോ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് കൺട്രോളർക്ക് കൊടുക്കുമ്പോഴേക്കും സെറ്റ് പോയിൻ്റ് ആയിട്ട് കമ്പാരിസൺസ് വന്നിട്ട് നടക്കുന്നുണ്ട്. കമ്പാരിസൺ നടന്നതിന് എറർ സിഗ്നൽസ് വെച്ചിട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ആകുന്നത് വെച്ചിട്ട് ആക്ച്വേറ്റർ എന്ത് ചെയ്യും, ഈ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് വന്നിട്ട് ആക്റ്റീവ് ആകും. ഇവിടെ ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് ആരാണ്? ഹോപ്പർ വാൽവാണ്. അതായത് ഇവിടെ ഒരു 2 വി ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ വാൽവ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഗ്രെയിൻ ബിന്നിൽ വന്നിട്ട് ഗ്രെയിൻസുകൾ വന്നിട്ട് കുറവാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഈ വാൽവ് ഇത്രയും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ആക്ച്വേറ്റർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ലീനിയറായിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഇരിക്കുന്ന ഈ വാൽവ് വന്നിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ആകും. ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ആകുമ്പോഴത്തേക്കും അതിൽ വരുന്ന ഗ്രെയിനിൻ്റെ ഗ്രെയിൻസിൻ്റെ അളവുകൾ വന്നിട്ട് കുറഞ്ഞു വരുമ്പോൾ അത് നോർമലായിട്ടുള്ള ഒരു ഫ്ലോ ആയിട്ട് തന്നെ നടക്കണ വിധത്തിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സോളിഡ് മെറ്റീരിയൽ ഹോപ്പർ വാൽവാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വരുന്നത് പേപ്പർ തിക്നെസ് ആണ്. പേപ്പർ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പറയുമ്പോഴേക്കും റോൾ കണക്കിലായിരിക്കും പേപ്പർ വന്നിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ പേപ്പറൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാ പേപ്പേഴ്സും എന്താവും, അതായത് ഒരു സെറ്റ് ഓഫ് നമ്മളിപ്പോൾ A4 ഷീറ്റ് വാങ്ങിക്കുവാണെങ്കിൽ എല്ലാ A4 ഷീറ്റും ഒരേപോലത്തെ തിക്നെസ് ആയിരിക്കൂലേ. അങ്ങനെ ആ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ തിക്നെസ് ഇതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു റോളർ വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ റോളർ വന്നിട്ട് മൂവബിൾ റോളറാണ്. ഇവിടെ ഒരു റോളറും ഉണ്ട്, ഇവിടെ ഒരു റോളറുണ്ട്. ഈ 2 റോളറുകൾക്ക് ഇടയിൽ കൂടിയാണ് നമ്മൾ പേപ്പർ വന്നിട്ട് കടത്തി വിടുന്നത്. പേപ്പറിൻ്റെ തിക്നെസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു LVDT തിക്നെസ് മെഷറിങ് സെൻസാർസ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ LVDT മെഷർമെൻറ്റ് ചെയ്യുന്ന സിഗ്നൽ വന്നിട്ട് സിഗ്നൽ കൺവേർഷനിൽ കൂടി ആവശ്യമായിട്ടുള്ള, അതായത് സെറ്റ് പോയിൻ്റ് എന്തുണ്ടോ ആ സിഗ്നൽക്ക് ഉള്ള സിഗ്നലായിട്ട് മാറ്റും. അത് കൺട്രോളറിൽ നിന്ന് എന്ത് ചെയ്യും, എറർ വരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സിഗ്നൽ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ വാം സ്ക്രൂ മോട്ടർ, ഈ മോട്ടർ എന്ന് പറയുന്നത് ആക്ച്വേറ്റർ ആണ്. അപ്പോൾ ഈ മോട്ടർ വന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഈ വരുന്ന പേപ്പറിൻ്റെ തിക്നെസ് കൂടുതലാണെന്ന് വിചാരിച്ചോ, കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ തിക്നെസ് ഇനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മോട്ടർ വന്നിട്ട് കൂടുതലും മൂവ്മെൻറ്റ്സ് ആകുമ്പോഴത്തേക്കും ഈ റോളർ നല്ലപോലെ മൂവ്മെൻറ്റ് ആകുമ്പോഴത്തേക്കും അമർത്തി മൂവ്മെൻറ്റ് ആകും. അങ്ങനെ അമർത്തി മൂവ്മെൻറ്റ് ആകുമ്പോഴത്തേക്കും ഈ പേപ്പർ ഇതിലെ കൂടി പോകുമ്പോഴത്തേക്കും അതിൻ്റെ തിക്നെസ് വന്നിട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, പിന്നെയും നമ്മൾ മെഷർമെൻറ്റ് കണ്ടിന്യൂസ് നടക്കുന്നത് കൊണ്ട് നോർമൽ തിക്നെസ് വരുമ്പോഴത്തേക്കും ഈ റോളർ എങ്ങനെയാണ് ഏത് തിക്നെസ് ടൈറ്റിലാണ് റോളർ മൂവ്മെൻറ്റ് ആവുന്നുണ്ടോ ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ
നമുക്ക് കറക്റ്റഡായിട്ട് വർക്കാകും. അങ്ങനെ നമുക്ക് പേപ്പർ തിക്നെസ് ഒരുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മൂവബിൾ റോളറാണ് എന്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫൈനൽ കൺട്രോൾ എലമെൻ്റായിട്ട് നമുക്ക് വരുന്നത്. അടുത്തത് ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ടൈപ്പ് നമുക്ക് നോക്കാം. ഇലക്ട്രിക്കൽ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആക്ച്വേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നൽ പ്രകാരം ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ട് നമ്മൾ പ്രോസസ് കൺട്രോൾ എലമെൻറ്റ് വേരിയബിൾ വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ ടൈപ്പ് ഫൈനൽ കൺട്രോൾ എലമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മോട്ടാർ സ്പീഡ് കൺട്രോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ കൺട്രോളും എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ മോട്ടാർ സ്പീഡ് കൺട്രോൾ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പുറത്തുണ്ട്, മോട്ടോർ സ്പീഡിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ വന്നിട്ട് എന്താണ്, ടാക്കോമീറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ടാക്കോമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, സ്പീഡ് മെഷർമെൻറ്റ് ചെയ്യുന്ന സ്പീഡിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡി സി മോട്ടർ ഉണ്ട്, ആ ഡി സി മോട്ടറിൻ്റെ ഇത് വന്നിട്ട് ടാക്കോമീറ്റർ വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്യുന്നുണ്ട്. ടാക്കോമീറ്ററിൽ നിന്ന് മെഷർമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമ്പാരറ്ററിൽ കൂടി എറർ സിഗ്നൽ എറർ എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെറ്റ് പോയിൻറ്റോടെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ ടൈപ്പുള്ള എറർ ഡിറ്റക്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പാരറ്റർ നമ്മൾ ഓപ്പ് ആമ്പൊക്കെ വെച്ച് പഠിച്ചിട്ടില്ലേ, അപ്പോൾ കമ്പാരറ്റർ യൂസ് ചെയ്തിട്ട് വരുന്ന മെഷർമെൻറ്റിൻ്റെ സിഗ്നലും സെറ്റ് പോയിൻ്റ് ആയിട്ടും കമ്പാരിസൺ ചെയ്തിട്ട് എന്തെങ്കിലും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആംപ്ലിഫിക്കേഷൻ സിഗ്നൽ കൺവേർഷൻസ് നടന്നിട്ട് മോട്ടറിൻ്റെ സ്പീഡ് വന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യും, അതനുസരിച്ചിട്ട് എന്താണ് നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഇലക്ട്രിക്കൽ ടൈപ്പിലുള്ള മോട്ടർ സ്പീഡ് കൺട്രോൾ എന്ന് പറയുമ്പോഴേക്കും. ഇനിയൊരു എക്സാമ്പിൾ ടെമ്പറേച്ചർ കൺട്രോളാണ്. ഇതും ഒരു ഇലക്ട്രിക്കൽ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉള്ള പടം വന്നിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു റോളർ പോലെ മൂവ്മെൻറ്റ്സ് ആകുന്നില്ലേ, ഈ റോളർ പോലെ മൂവ്മെൻറ്റ് ആകുന്ന ഇടയിൽ കൂടി എന്താണ് ഒരു സാധനം മൂവ്മെൻറ്റ്സ് ആകുന്നുണ്ടെന്ന് വിചാരിച്ചോ. അവിടെ വന്നിട്ട് അതിൻ്റെ വന്നിട്ട് ഒരു പുട്ടുപൊടി പോലെ എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ പുട്ടുപൊടി ഇതിലെ കൂടി പോകുമ്പോഴത്തേക്കും ഈ റോളർ വന്നിട്ട് ഈ ബിയറിംഗിൽ ഇത് വെച്ചിട്ട് ഡ്രൈവർ ഇതൊക്കെ വെച്ചിട്ട് മൂവ്മെൻറ്റ്സ് ആകുന്നുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പുട്ടുപൊടി വറുക്കണം ഇത് വിചാരിച്ചോ, അത് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ചൂടാക്കുന്ന പറയുമ്പോഴത്തേക്കും എന്താണ്, അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യണം. അതിപ്പോൾ കുറഞ്ഞ പുട്ടുപൊടിയാണ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്താണ്, ഈ മോട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടുള്ള ഈ ഡ്രൈവർ മെക്കാനിസത്തെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് വന്നിട്ട് കുറയ്ക്കണം. അപ്പോൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്തത് വന്നിട്ട് കൺട്രോളർക്ക് പോകും. അവിടെ സെറ്റ് പോയിൻ്റ് ആയിട്ട് കമ്പാരിസൺസ് ചെയ്യും. കമ്പാരിസൺ ചെയ്തതിൻ്റെ സിഗ്നൽ വെച്ചിട്ട് എന്താണ് മോട്ടറിൻ്റെ സ്പീഡ് വന്നിട്ട് മാറ്റിയിട്ട് ഈ ഡ്രൈവർ വന്നിട്ട് മൂവ്മെൻറ്റ്സ് ആകുന്നതായിരിക്കും. ഒരു ബിയറിംഗ് അതായത് ഗിയർ മെക്കാനിസം വെച്ചിട്ടായിരിക്കും മൂവ്മെൻറ്റ്സ് ആകുന്നത്. അപ്പോൾ മോട്ടർ വന്നിട്ട് ഗിയർ മെക്കാനിസത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യും, ഈ റോളറെ വന്നിട്ട് അതായത് ഈ ഒരു പാർട്ട് കണ്ടോ, ഈ പാർട്ടിനെ വന്നിട്ട് ചൂടാക്കുന്നതിൻ്റെ ഇത് വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് കൺട്രോൾ എലമെൻറ്റ്സിൻ്റെ മെക്കാനിക്കൽ ടൈപ്പും ഇലക്ട്രിക്കൽ ടൈപ്പും നോക്കി. ഇത് ചെറുതായിട്ട് ഒന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ മതി. ഓക്കെ.